നമസ്കാരം. വെള്ളി നക്ഷത്രത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. 2026 ജനുവരിയുടെ രണ്ടാമത്തെ ആഴ്ച നിരവധി ചിത്രങ്ങളാണ് OTT റിലീസിനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച ചിത്രമായിരുന്ന കളങ്കാവൽ, ദിലീപിന്റെ തിരിച്ചുവരവിന് കാരണമായ ബബ്ബബെ തുടങ്ങി നിരവധി മലയാള ചിത്രങ്ങളും ഇത്തവണ OTT റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ആഴ്ച റിലീസ് ചെയ്യുന്നതും ഇനി ചെയ്യാൻ പോകുന്നതുമായ ചിത്രങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾക്കൊന്ന് പരിശോധിക്കാം. ഈ ആഴ്ച നിരവധി ചിത്രങ്ങളാണ് OTT റിലീസിനായി എത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട 3 മലയാള ചിത്രങ്ങൾ നമ്മൾക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ചിത്രം കളങ്കാവലാണ്. മമ്മൂട്ടിയും വിനായകനും പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഏറ്റവും പുതിയ ചിത്രമാണ് കളങ്കാവൽ. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് തിയേറ്ററിൽ നിന്നും ലഭിച്ചിരുന്നത്. ജനുവരി 16-ന് സോണി ലൈവിൽ ചിത്രം സ്ട്രീമിംഗ് ചെയ്യാൻ ആരംഭിക്കും. ഡിസംബർ 5-ന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെയാണ് നിർമ്മിച്ചത്. 2000-ന്റെ തുടക്കത്തിൽ കേരളത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളാണ് ചിത്രത്തിന്റെ പശ്ചാത്തലം. ചിത്രത്തിൽ SA ജയകൃഷ്ണനായി വിനായകനും സ്റ്റാലിൻ ദാസായി മമ്മൂട്ടിയും പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തു. ജിബിൻ ഗോപിനാഥ്, രജിഷ വിജയൻ, ശ്രുതി രാമചന്ദ്രൻ, ഗായത്രി അരുൺ എന്നിവരും ചിത്രത്തിലെ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ആദ്യം നവംബർ 27-ന് തിയേറ്ററിൽ എത്തുമെന്ന് പ്രഖ്യാപിച്ച ചിത്രം പിന്നീട് ഡിസംബർ 5-ലേക്ക് നീട്ടുകയായിരുന്നു. അടുത്ത ചിത്രം കിറുക്കൻ എന്ന മലയാളം ചലച്ചിത്രമാണ്. ജോഷ് സംവിധാനം ചെയ്ത ചിത്രമാണ് കിറുക്കൻ. വിജയരാഘവൻ, സലീം കുമാർ, കനി കുസൃതി, ജോണി ആന്റണി, അനാർക്കലി മരക്കാർ, അപ്പാനി ശരത്, മീര വാസുദേവ്, മക്ബുൽ സെൽവാൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. മംബ്ര സിനിമാസിന്റെ ബാനറിൽ മാത്യു മെംബ്രയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഓൾ മീഡിയ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അജിത് നായർ, ബിന്ദിയ അജീഷ്, രമ്യ ജോഷ് എന്നിവരാണ് ചിത്രത്തിന്റെ സഹനിർമ്മാതാക്കൾ. ചിത്രം ജനുവരി 15 മുതൽ സൺ നെക്സ്റ്റിൽ സ്ട്രീമിംഗ് ചെയ്യും. 2005-ൽ കോട്ടയത്ത് നടന്ന യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. അടുത്ത മലയാള ചിത്രം എന്ന് പറയുന്നത് ബബ്ബബയാണ്. ബലാത്സംഗ കേസിൽ കുറ്റവിമുക്തനായ ശേഷമുള്ള ദിലീപിന്റെ ആദ്യത്തെ ചിത്രം കൂടെയാണ് ബബ്ബബ. ഡിസംബർ 18-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. നവാഗതനായ ധനഞ്ജയ് ശങ്കറാണ് ചിത്രത്തിന്റെ സംവിധായകൻ. മോഹൻലാൽ, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളായി ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കും. ജനുവരി 16 മുതൽ ചിത്രം C5-ൽ സ്ട്രീമിംഗ് ആരംഭിക്കും. റിലീസിന് ശേഷം വലിയ വിമർശനങ്ങളാണ് ചിത്രം നേരിട്ടിരുന്നത്. റേപ്പ് ജോക്കുകളെ സാധാരണവൽക്കരിക്കുന്ന ഡയലോഗുകൾ ചിത്രത്തിലുണ്ട്. ഇതിനെ പ്രേക്ഷകർ വലിയ തോതിൽ വിമർശിച്ചു. ആദ്യം 3 ദിവസം കൊണ്ട് 33 കോടി നേടിയ ചിത്രം പിന്നീട് കളക്ഷനിൽ കിതച്ചു. 50 കോടിയിലേക്ക് കടക്കുകയാണെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചിരുന്നെങ്കിലും ചിത്രത്തിന് ലോകമെമ്പാടുമായി ഇതുവരെ 50 കോടി തൊടാൻ കഴിഞ്ഞില്ല എന്നാണ് റിപ്പോർട്ട്. എന്തായാലും നമ്മൾക്ക് ഈ ചിത്രങ്ങളൊക്കെ OTT-യിലൂടെ ജനുവരി 16-ന് കാണാൻ സാധിക്കുന്നതാണ്. ഇതുകൂടാതെ ഏതാനും ചില ചെറിയ ചിത്രങ്ങൾ കൂടി OTT റിലീസിന് തയ്യാറെടുത്തിട്ടുണ്ട്. കിയാള സമൂഹത്തെ പ്രതിനിധീകരിച്ച് നടൻ ലാൽ നായകനാവുന്ന ചിത്രമാണ് TV ചന്ദ്രൻ ഒരുക്കിയ പെങ്ങളില. ജാതി രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ചിത്രത്തിൽ അയകൻ എന്ന കഥാപാത്രത്തെയാണ് ലാൽ അവതരിപ്പിക്കുന്നത്. 8 വയസ്സുള്ള പെൺകുട്ടിയും അവളുടെ വീടും പറമ്പും വൃത്തിയാക്കാനെത്തുന്ന 65 വയസ്സുള്ള അയകൻ എന്ന കൂലിപ്പണിക്കാരനും തമ്മിലുണ്ടാകുന്ന സ്നേഹബന്ധമാണ് ചിത്രത്തിന്റെ കാതൽ. അയകനായി ലാലും രാധയായി അക്ഷര കിഷോറും കേന്ദ്ര കഥാപാത്രങ്ങളാകുന്നു. പ്രശസ്ത സാഹിത്യകാരൻ വൈശാഖന്റെ സൈലൻസർ എന്ന ജനപ്രീതിയാർജിച്ച ചെറുകഥയെ ആധാരമാക്കി പ്രിയാനന്ദൻ സംവിധാനം ചെയ്ത സിനിമയാണ് സൈലൻസർ. മുക്കോടൻ ഈനാശുവിന്റെ കഥയാണ് ചിത്രം ചർച്ച ചെയ്യുന്നത്. ചിത്രത്തിൽ മീര വാസുദേവ് ഈനാശുവിന്റെ ഭാര്യയായ ത്രേസ്യ എന്ന കഥാപാത്രമായി എത്തുന്നു. അഭിനേത്രിയും നർത്തകിയുമായ ആശാ ശരത്തിന്റെ കൂടെ മകൾ ഉത്തര ശരത്തും അഭിനയരംഗത്തെത്തിയ ചിത്രമാണ് ഗദ്ദ. അമ്മയ്ക്കൊപ്പം മകളായി തന്നെ ഈ ചിത്രത്തിലൂടെ സിനിമയിൽ ഉത്തര അരങ്ങേറ്റം കുറിച്ചു. മനോജ് കാനയാണ് ഗദ്ദ എന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്.